ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നോക്കിയിരുന്നത്. അതിനകത്ത് ടാക്സോണമിക് കാറ്റഗറീസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സോണമിക് എയ്ഡ്സ് ആണ്. എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും സ്പീഷീസ് ആയിക്കോട്ടെ, അതിനെ പറ്റിയൊക്കെ പഠനം നടത്തണമെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് എന്തെന്ന് പറയാ, ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ, ദ റിസോഴ്സസ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ആൻഡ് ടൂൾസ് to help classify, identify an organism is known as the taxonomical aids. അപ്പോൾ എന്തായിരുന്നു ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ, പഠനത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഏതൊക്കെയാണ് ഈ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തത് ഹെർബേറിയം. എന്താണ് ഹെർബേറിയം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഒരു പ്ലാന്റ് എടുത്ത് ഉണക്കി ഒരു A4 ഷീറ്റ് പേപ്പറിലൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്ലാന്റിനെ എടുത്ത് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കളക്ഷൻ ഓഫ് എ ഡ്രൈഡ് pressed and preserved plant specimen mounted on the sheet and organized systematically is known as herbarium. അപ്പോൾ ഈ ഹെർബേറിയം ഷീറ്റിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഹെർബേറിയം ഷീറ്റ് എന്ന് പറഞ്ഞത്. ഇതിലാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം എന്താണ്, ഓസിമൻസ് വെച്ചാലും എന്താണ്, തുളസി. അപ്പൊ തുളസിയെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഷീറ്റാണ്. ഇതിൽ അതിന്റെ സയന്റിഫിക് നെയിം, ഹാബിറ്റ്, ഹാബിറ്റാറ്റ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുളസിയെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹെർബേറിയം ഷീറ്റ് നമുക്ക് നോക്കിയാൽ മതി. അടുത്തതെന്ന് പറഞ്ഞാൽ ഹിബിസ്കസ് റോസ സൈനൻസിസ്. എന്താണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്? നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ട് ചെമ്പരത്തി. ചെമ്പരത്തി ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഷീറ്റാണ് ഇത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഞ്ചിഫറ ഇൻഡിക്ക പറഞ്ഞിരുന്നു, മാവിനെ പറ്റി. ആ മാവിന്റെ ഹെർബേറിയം ഷീറ്റ് അല്ലെങ്കിൽ മാവിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഷീറ്റാണ് ഇത്. ഓക്കെ, അടുത്ത ടാക്സോണമിക്കൽ എയ്ഡ് നമ്മൾ നോക്കുന്നത് മ്യൂസിയം ആണ്. എന്താണ് മ്യൂസിയം? നമ്മൾ ഈ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ മ്യൂസിയത്തിലേക്കൊക്കെ ടൂർ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ. ആ മ്യൂസിയത്തിൽ എന്താ നമ്മൾ കാണുന്നത്, ഈ പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ഒക്കെ സ്പെസിമെൻ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചേക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ. എന്തിനായിരിക്കും ഇത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്? എന്തെങ്കിലും സ്റ്റഡിക്കോ റെഫറൻസിനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സിനെയോ ആനിമൽസിന്റെയോ സ്പെസിമെൻ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഇനി മ്യൂസിയത്തിൽ പോവാത്തവരാണെങ്കിൽ കേരള ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, നമ്മുടെ തിരുവനന്തപുരത്തുള്ള കേരള ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം വിസിറ്റ് ചെയ്യുക. അവിടെ ഇതേ കണക്ക് പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ഒക്കെ സ്പെസിമെൻ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തായിരുന്നു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the collection of a preserved plants and animal specimen for study and reference. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ? 10ാം ക്ലാസ്സിൽ മൈസൂരൊക്കെ ടൂർ പോയിട്ടുള്ളവരാണെങ്കിൽ വൃന്ദാവൻ ഗാർഡൻ പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ വൃന്ദാവൻ ഗാർഡൻ എന്താണ്, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സിനെ കാണുന്നത്, ലൈവായിട്ട് അവർ കൺസർവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞത്. മ്യൂസിയത്തിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാ, സ്പെസിമെൻ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ എങ്ങനെയാ, ലൈവായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ദ ലിവിംഗ് കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ദ സ്റ്റഡി ആൻഡ് റെഫറൻസ് ഈസ് നോൺ ആസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സുവോളജിക്കൽ പാർക്ക്. എന്താ സുവോളജിക്കൽ പാർക്ക്? വൈൽഡ് ആനിമൽസിലെ ഹ്യൂമൻ കെയറിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ തിരുവനന്തപുരം സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസിനെ കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞത്. ലിവിംഗ് കളക്ഷൻ ഓഫ് ആനിമൽസ് ഫോർ സ്റ്റഡി ആൻഡ് കൺസർവേഷൻ ഈസ് നോൺ ആസ് സുവോളജിക്കൽ പാർക്ക്. നമ്മൾ നോക്കാൻ പോകുന്നത് കീ ആണ്. കീ എന്താണ്? കീയും ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. അതായത് ജീവികളുടെ സിമിലാരിറ്റീസിന്റെയും ഡിസിമിലാരിറ്റീസിന്റെയും അല്ലെങ്കിൽ ഡിഫറൻസസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജീവികളുടെ ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഒരു എയ്ഡിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കീ എന്ന് പറഞ്ഞാൽ, ഇതൊരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ജീവികളുടെ സിമിലാരിറ്റീസിന്റെയും ഡിസിമിലാരിറ്റീസിന്റെയും അല്ലെങ്കിൽ ഡിഫറൻസസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജീവികളുടെ ഇൻഫോർമേഷൻ കിട്ടുന്നതിനെയാണെന്ന് പറഞ്ഞാൽ കീ എന്ന് പറഞ്ഞാൽ. Tool that used to contrasting characteristic to identify an organism is known as key. ഇനി
ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ളതിനെ മാത്രം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 ഏരിയകളാണ് ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ച് മാത്രം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള സസ്യങ്ങളെ കുറിച്ച് മാത്രം അറിയാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഫ്ലോറ എന്ന് പറയുന്നത്. The actual accountant of the habitat and distribution of a plant in a specific area is known as flora. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മാനുവൽസ് ആണ്. എന്താണ് മാനുവൽസ്? മാനുവൽസും ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. നമ്മൾ നേരത്തെ ഫ്ലോറയിൽ പറഞ്ഞായിരുന്നു ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള പ്ലാന്റ്സിനെ കുറിച്ച് മാത്രം ഇൻഫർമേഷൻസ് തരുന്നതിനെയാണ് ഫ്ലോറ എന്ന് പറഞ്ഞായിരുന്നു. ഇനി മാനുവൽസിലാണെങ്കിലോ, മാനുവൽസിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള സ്പീഷീസുകളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും തരുന്നത്. എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജീവിവർഗങ്ങളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നൽകുന്നതിനെയാണ് മാനുവൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാനുവൽസ് എന്ന് പറഞ്ഞാൽ? Provide the information of the identification of species found in the specific area is known as manuals. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മോണോഗ്രാഫ് ആണ്. എന്താണ് മോണോഗ്രാഫ്? ഒരു സിംഗിൾ ടാക്സോണിനെ പറ്റി മാത്രം പറയുന്നതാണ് മോണോഗ്രാഫ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ടാക്സോൺ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? ഓരോരോ ജീവികളെ ഓരോരോ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാറ്റഗറീസിൽ മാത്രം വരുന്ന അല്ലെങ്കിൽ ഒരു ടാക്സോണിൽ മാത്രം വരുന്നതിനെ കുറിച്ച് ഇൻഫർമേഷൻസ് നൽകുന്നതിനെയാണ് മോണോഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മാമൽസ് ഒരു കാറ്റഗറി ആണല്ലേ, മാമൽസിനെ കുറിച്ച് മാത്രം ഇൻഫർമേഷൻസ് കിട്ടുന്ന അതായത് ഒരു ടാക്സോൺ ആണ് മോണോഗ്രാഫ്. അല്ലെങ്കിൽ റെപ്റ്റൈൽസിനെ കുറിച്ച് മാത്രം തരുന്നു. അങ്ങനെ ഓരോരോ സ്പെസിഫിക് ടാക്സോണിനെ പറ്റി മാത്രം തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോണോഗ്രാഫ് എന്ന് പറയുന്നത്. കളക്റ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് എ സിംഗിൾ ടാക്സോൺ ഈസ് നോൺ ആസ് എന്ത്? മോണോഗ്രാഫ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ ഹെർബേറിയം എന്താണെന്ന് പറഞ്ഞു, മ്യൂസിയം എന്താണെന്ന് പറഞ്ഞു, ബൊട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞു, സുവോളജിക്കൽ പാർക്ക് പറഞ്ഞു, കീ പറഞ്ഞു, ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.